ഏഴാം സങ്കീർത്തനം ഒരു വിഭ്രമഗീതം എന്നാണ് തലക്കെട്ടിൽ കാണുന്നത്. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായവും വിഭ്രമഗീതമാണ്. വ്യത്യസ്ത ആശയങ്ങൾ ഒരു ഗീതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മനുഷ്യജീവിതവും വ്യത്യസ്ത അനുഭവങ്ങൾ ചേർന്ന ഒരു ഗാനത്തിന് സമമാണല്ലോ. പൊതുവെ ദാവീദിനോട് വിരോധമുള്ള ശൗൽ ചില അപവാദങ്ങൾ കൂടി കേട്ട് ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചതറിഞ്ഞ് രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. 1-2 വാക്യങ്ങളിൽ ശത്രു ഒരു വേട്ടക്കാരനെ പോലെ പാഞ്ഞു വരുന്നുവെന്നും വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഒരു സിംഹമെന്ന പോലെ തന്നെ കീറിക്കളയുവാൻ വരുന്നുവെന്നുമാണ് ദാവീദ് നിലവിളിക്കുന്നത്. ഇങ്ങനെ തന്റെ നിലവിളിയെ വിശേഷിപ്പിക്കുവാൻ തക്ക ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാവീദ് ഒരു ഇടയനായി ആടുകളെ നോക്കിയിരുന്ന പൂർവ്വകാലത്ത് ഒരാടിനെ അതിന്റെ നേർക്ക് പാഞ്ഞുവന്ന ഒരു സിംഹത്തിന്റെ കയ്യിൽ നിന്നും താൻ വിടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയശ്രേഷ്ഠനായ കർത്താവിനോട് ദാവീദ് നിലവിളിക്കുന്നു, നിന്റെ ആടിനെ രക്ഷിക്കണമേ, കാരണം വിടുവിപ്പാൻ മറ്റാരുമില്ല. 3-5 വാക്യങ്ങളിലാണ് തനിക്കെതിരെ പ്രചരിപ്പിക്കുന്ന അപവാദത്തിന്റെ ചില സൂചനകൾ കാണുന്നത്. താൻ ചെയ്യാത്ത കാര്യം ചെയ്തുവെന്ന പ്രചരണം അത് ശത്രുവിന്റെ കോപത്തെ ഇരട്ടിപ്പിക്കുമെന്നറിഞ്ഞ് അപവാദി അത് ഉപായരൂപേണ വളരെ വിദഗ്ധമായി പ്രയോഗിക്കുന്നു. 6-7 വാക്യങ്ങളിൽ ഈ പ്രശ്നത്തിന്റെയും പ്രതിവിധി ദാവീദ് കണ്ടെത്തുന്നു. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തെ ന്യായാധിപനായി താൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിഹരിപ്പാൻ പറ്റാത്ത പ്രതികൂലതകൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിന്റെ ഏക പ്രതിവിധി ദൈവത്തെ ന്യായാസനത്തിൽ കാണുക എന്നത് മാത്രമാണ്. അഥവാ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ നാം കാര്യം പരമേൽപ്പിക്കുക. ഈ മറുപടി 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും പ്രത്യേകാൽ 11-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും. 15, 16, 17 എന്നീ സമാപന വാക്യങ്ങളിൽ അപവാദി അവൻ മറ്റൊരാളെ വീഴ്ത്തുവാൻ കുഴിച്ച അതേ കുഴിയിൽ വീണുവെന്നും അവൻ പ്രചരിപ്പിച്ച അപവാദങ്ങൾ അവന്റെ തലയിലേക്ക് തന്നെ തിരിഞ്ഞുവെന്നും കാണുന്നു. അതിനാൽ ഒടുവിലായി ദൈവനീതിയുടെ നിറവേറൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദാവീദിന് ഇടയായി.